1950 ജൂൺ മാസത്തിൽ സെന്റ് മേരീസ് മിഡിൽ സ്കൂൾ എന്ന പേരിലാണ് ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. 1954 മദ്രാശി ഗവർണർ ശ്രീ പ്രകാശത്തിൽ നിന്ന് സർവജന സെക്കൻഡറി സ്കൂളിന് അംഗീകാരം ലഭിച്ചു. വിദ്യാലയത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആരംഭിച്ചു. 2009 സർവജനയിൽ ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥാപിതമായി. കുറെ മനുഷ്യ സ്നേഹികളുടെയും ദീർഘവീക്ഷണമുള്ള ആളുകളുടെയും ശ്രമഫലമായി സ്ഥാപിക്കപ്പെട്ട ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നതിന്റെ എല്ലാ ബാലാരിഷ്ടതകളും പിന്നിട്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. അക്കാദമികേതര മേഖലകളിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലും ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ് ഇന്ന് ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികൾക്ക് ലിഫ്റ്റ് സൗകര്യമുള്ള ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇന്ന് സർവജന സ്കൂൾ. അക്കാദമിക മേഖലയിൽ ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി റിസൾട്ടിൽ 1ാം സ്ഥാനം നേടാൻ 2025 സർവജനയ്ക്ക് സാധിച്ചു. ഈ വർഷവും നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. കായിക മേളകളിൽ മികച്ച സ്ഥാനമാണ് നമുക്കുള്ളത്. ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ മിന്നുമണി സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇബ്രാഹിം ചീനിക്ക ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ +1 കൊമേഴ്സിൽ പഠിക്കുന്ന നിനു മരിയ ദേശീയ ബാഡ്മിന്റൺ താരമാണ്. കൂടാതെ സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും കളർഫുൾ ഇനമായ ഗ്രൂപ്പ് ഡാൻസിലും മൈമിലും മികച്ച പ്രകടനത്തോടെ ഗ്രേഡ് നേടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ സർവജനക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥാപനത്തിൽ കണ്ണിന് ഇമ്പം നൽകുന്ന ഒരു ഫ്ലവർ വാൾ, അതുപോലെ വെജിറ്റബിൾ ഗാർഡൻ, ഒരു ഫ്രൂട്ട് ഗാർഡന്റെ സൃഷ്ടിയിലാണ് നമ്മൾ. വരും വർഷങ്ങൾക്കുള്ളിൽ ഒരു മനോഹരമായ ഫ്രൂട്ട് ഗാർഡൻ ഇവിടെ സ്ഥാപിക്കപ്പെടും. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ സ്റ്റുഡൻസ് കൌൺസിൽ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി ഓപ്പൺ ജിംനേഷ്യം കൂടി സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. ഡൽഹിയിൽ നിന്ന് NCERT പ്രതിനിധികൾ 2 തവണ ഇവിടെ വന്നു. കൂടാതെ നീതി ആയോഗിന്റെ പ്രതിനിധികൾ വന്നു. വളരെ മികച്ച അഭിപ്രായമാണ് സർവജനയെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടായത്. ദേശീയ തലത്തിൽ തന്നെ ഒരു മാതൃകയാണ് സർവജന എന്ന് നീതി ആയോഗ് പ്രതിനിധി സൂചിപ്പിക്കുന്നു.